കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഗ്രോത്ത് 360 സർക്കിൾ എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സംസാരിച്ചു, നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനി എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, നിങ്ങളുടെ കമ്പനിയിൽ എങ്ങനെ സിസ്റ്റം കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു സിസ്റ്റം ഉള്ള കമ്പനിയും സിസ്റ്റം ഇല്ലാത്ത കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മുമ്പ് എന്താണ് സിസ്റ്റം എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടണം. അപ്പോൾ ഞാൻ എന്താ സിസ്റ്റം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ് കഴിയുമ്പോൾ, ഈ ഒരു ഉദാഹരണം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് സിസ്റ്റം ഉള്ള കമ്പനിയും സിസ്റ്റം ഇല്ലാത്ത കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഞാൻ രണ്ട് ലൈബ്രറി, കാരണം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ലൈബ്രറികൾ നോക്കാം. ഒരു ലൈബ്രറി 1ഉം ലൈബ്രറി 2ഉം. ഈ ലൈബ്രറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എങ്ങനെയാ വെച്ചാൽ, ഇവിടെ ലൈബ്രറിയനുണ്ട്, ഇയാൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര സ്മാർട്ടാണ്. ഇവിടെ ഏതെല്ലാം ബുക്ക് ഉണ്ട്, ആ ബുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ മനപ്പാടാം. അപ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു റാക്കിൽ കുറേ ബുക്കുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകളുണ്ട്, അതിൽ ബിസിനസ് ബുക്കുകളുണ്ട്, അതുപോലെ പോയംസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ നേരെ ലൈബ്രറിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈബ്രറിയുടെ അടുത്ത് വരുന്നു. അപ്പോൾ ലൈബ്രറിയൻ്റെ കയ്യിൽ, ഇപ്പോൾ ഇയാളുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും മുമ്പത്തെ ബുക്ക് ഉണ്ടായിരിക്കും, മുമ്പെടുത്ത ബുക്ക് ഉണ്ടായിരിക്കും. അവിടെയായിട്ട് ആ ബുക്ക് ആൾ ലൈബ്രറിയൻ്റെ അടുത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ നേരെ ലൈബ്രറിയനോട് ചോദിക്കുന്നു, എനിക്ക് അടുത്തതായിട്ട് ഇന്ന ബുക്കാണ്, അത് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ലൈബ്രറിയൻ പറയുന്നു ഇന്ന സ്ഥലത്ത് അത് അവൈലബിൾ ആണെന്ന് പറയുന്നു. ഈ കസ്റ്റമർ നേരെ ആ സ്ഥലത്ത് പോയിട്ട് ആ ബുക്ക് എടുക്കുന്നു. ബുക്ക് എടുത്തിട്ട് നേരെ ലൈബ്രറിയൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് പറയുന്നു, അത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഈ സാധനം എൻ്റർ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഇനി ഈ ബുക്ക് ഇവിടെ കണ്ടില്ലെങ്കിൽ ആ ലൈബ്രറിയോട് ചോദിക്കും, ആ ബുക്സ് അവിടെ കാണാമല്ലോ. അപ്പോൾ ലൈബ്രറിയോട് ചോദിക്കുന്ന സമയം, ഭയങ്കര സ്മാർട്ടായ ആളാണല്ലോ, ലൈബ്രറിയോട് ചോദിക്കുന്ന സമയത്തിന് പുള്ളി പറയും ഈ ബുക്ക് പുറത്താണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തിരിച്ചെത്തുള്ളൂ, വേറൊരു കസ്റ്റമർ എടുത്താണ് എന്നുള്ളത് പറയുന്നു. അങ്ങനെ ടോട്ടലി ഈ ലൈബ്രറിനെ ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ലൈബ്രറി 1 എന്ന് പറഞ്ഞത്. ഇനി ലൈബ്രറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആണ്. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഷെൽഫിനെല്ലാം നമ്പറുണ്ട്. 1, 2, 1.1, 1.2, 1.3. ഇപ്പോൾ ഈ 1.1 ഏതാണ് ബുക്ക്? ഇത് ഇവിടെയൊക്കെ ബിസിനസ് ബുക്കുകളാണ്. ഇതൊക്കെ ഹിസ്റ്ററി ആണെന്ന് നോക്കാം, ഇതൊക്കെ പോയംസ് ആണെന്ന് നോക്കാം. അപ്പം ഇങ്ങനെ ബുക്സുകൾ ഇവിടെയായിട്ട് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ആ ഷെൽഫിനൊക്കെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. കസ്റ്റമർ കൂടെ സെർച്ച് ചെയ്യാം, ഏത് ബുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ബുക്ക് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെയായിട്ട് ഓപ്ഷൻ ഉണ്ട്, കാറ്റഗറി വെച്ചിട്ട് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈബ്രറിയൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ബോക്സും ഉണ്ട്, ഇവിടെ പോലെ തന്നെ. ഇപ്പോൾ ഒരു കസ്റ്റമർ നേരെ വരുന്നു, ലൈബ്രറിയൻ്റെ അടുത്തേക്ക് വരുന്നു. അവൻ്റെ കയ്യിൽ നിലവിലുള്ള ബുക്ക് ഏതാണോ ആ ബുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നേരെ സിസ്റ്റത്തിലേക്ക് പോകുന്നു. സിസ്റ്റത്തിലേക്ക് പോയിട്ട് ആൾക്ക് വേണ്ട ബുക്ക് ഏതാണോ അത് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റാക്കിലാണ് ഈ ബുക്ക് അവൈലബിൾ എന്നുള്ളത് അറിയാൻ പറ്റും. നേരെ ഇയാൾ പോയിട്ടില്ല, ഈ റാക്കിലേക്ക് പോകുന്നു. ഇൻ കേസ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഈ ബുക്സ് പുറത്താണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നു. അത് എന്നാണ് പോയത്, ഇനി എന്നാണ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ ആ ഡേറ്റിൽ വന്നാൽ ബുക്സ് കിട്ടുന്നുള്ള ഏകദേശം ഐഡിയ ഈ കസ്റ്റമർക്ക് കിട്ടും. ഈ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഇപ്പോൾ നിലവിൽ ഏതാ ബുക്ക് വേണ്ട ആ ബുക്ക് എടുക്കുന്നു. നേരെ വന്നിട്ട് ലൈബ്രറിയൻ്റെ അടുത്ത് വരുന്നു, എൻ്റർ ചെയ്തിട്ട് പുള്ളി തിരിച്ചു പോകുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്. ഇനി ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സിസ്റ്റം ഉപയോഗിക്കാൻ അറിയാത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ബുക്കാണെങ്കിൽ ഏത് റാക്കിലാണ്, പോയമാണെങ്കിൽ ഏത് റാക്കിലാണ്, ഇങ്ങനെ എല്ലാം തന്നെ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലൈബ്രറിയൻ ഇല്ല എന്ന് വെക്കാം, ഇവിടെ എല്ലാം ഡോക്യുമെൻറ്റഡാണ് അല്ലേ. കാരണം ഈ സിസ്റ്റത്തിൽ ഡോക്യുമെൻ്റ് ആണ് ഓരോ ബുക്കുകൾ എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ആരെ സഹായം ആവശ്യമില്ല. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ലൈബ്രറി ലീവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ആരെങ്കിലും ഒരാൾ ഇരുന്നിട്ട് ഈ കൊണ്ടുവരുന്ന ബുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യുക, അതുപോലെ ഡ്രോപ്പ് ചെയ്യുക. അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയ സമയം കൂടുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് അത് അതത് ഷെൽഫിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇയാളുടെ ഉത്തരവാദിത്തം എന്താണ്? ഇവിടുന്ന് വരുന്ന ബുക്കുകൾ എൻ്റർ ചെയ്യുക, ഇവിടുന്ന് പോകുന്ന ബുക്കുകൾ എൻ്റർ ചെയ്യുക. ഇതിന് തന്നെ ആരിവിടെ ഇരുത്തി കഴിഞ്ഞാലും ഈ പ്രോസസ്സ് ഇവിടെ നടക്കും. ഇപ്പം ഇന്ന് ഇയാൾക്ക് ലീവായി കഴിഞ്ഞാൽ പകരം വേറെ ആളോട് ഇന്ന് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പകരം വേറെ ആൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഇവിടെയാണ് എന്താ സംഭവിക്കുക, ഇയാൾക്ക് ഒന്ന് പനി പിടിച്ചു കഴിഞ്ഞാൽ
ഈ പ്രോസസ്സ് മൊത്തം സ്റ്റക്കായി. കാരണം ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഇത് എവിടുന്നാണ് എടുക്കേണ്ടത്, എല്ലാത്തിനും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇയാളോട് സംസാരിക്കേണ്ടത്, ഇയാളോട് ചോദിച്ചിട്ട് വേണം ബുക്ക് എടുക്കാൻ, ഇയാളോട് ചോദിച്ചിട്ട് വേണം ഏത് റാക്കിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇയാളോട് ചോദിച്ചിട്ട് വേണം ബുക്ക് എന്നാൽ തിരിച്ചു വരിക എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിടക്കുന്നത് ഇയാളുടെ കയ്യിലാണ്. അപ്പൊ എന്തുണ്ടെങ്കിലും ഇയാൾ ഡിപ്പെൻഡ് ചെയ്യണം. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ എല്ലാം ഡോക്യുമെന്റഡാണ്. ഇവിടെ നമുക്ക് ഇയാൾക്ക് പകരം ആര് വന്നിരുന്നു കഴിഞ്ഞാലും ഇയാൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രോസസ്സ് കണ്ടു. ഇതാണ് ഒരു സിസ്റ്റം ഉള്ള കമ്പനിയും ഒരു സിസ്റ്റം ഇല്ലാത്ത കമ്പനിയും നമ്മളൊരു വ്യത്യാസം. കാരണം സിസ്റ്റം ഉള്ള കമ്പനിയിൽ എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കും, എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, എല്ലാ പ്രോസസ്സുകളും എങ്ങനെ നടക്കുന്ന സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് അനുസരിച്ച് മാത്രം പോയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് അല്ല, പല കാര്യങ്ങളും ഇയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ് എല്ലാ കാര്യത്തിനും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളാണ് എല്ലാ കാര്യത്തിൻ്റെയും ഒരു താക്കോൽ എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നമ്മൾ ഇങ്ങോട്ട് മാറുകയാണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും അതത് രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നടക്കാൻ നമ്മളെ കമ്പനി സെറ്റ് ചെയ്യുക, ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾ നമ്മളെ ഗ്രോത്ത് 360 സർക്കിൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഫസ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു. എന്താണ് ഒരു സിസ്റ്റം ഉള്ള കമ്പനി, സിസ്റ്റം ഇല്ലാത്ത കമ്പനി ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നായിരിക്കുന്നു. അപ്പോൾ എന്താ സിസ്റ്റം എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നായിരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ, നമുക്ക് തുടങ്ങല്ലേ? ഓൾ ദി ബെസ്റ്റ്.